ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മുട്ട വെച്ചിട്ട് കറികളും മസാലയും ബിരിയാണിയൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതൊരു സെമി ഗ്രേവി ടൈപ്പിലുള്ള മുട്ടക്കറിയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിയുന്നതിന് പകരം ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് സവാള കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കിത് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് 1-2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറി തയ്യാറായതിന് ശേഷമല്ല, ഈ ഒരു സമയത്തന്നെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് അങ്ങ് പിടിച്ചു വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നല്ല കളർ ഉണ്ടാവും കറിക്ക്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാണ്, ഫ്ലെയിം കൂടാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ റോ സ്മെല്ല് നന്നായിട്ട് മാറി കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കറിക്ക് കിട്ടില്ല. ഒരു പച്ച ചുവ മാറിയില്ലെങ്കിൽ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോടെയുള്ള വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടായിരിക്കുന്ന ഈ ഒരു മസാലയിലേക്ക് ഇനി തണുത്ത വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഞാൻ എഗ് മസാലയിലൊക്കെ ചേർക്കാറുണ്ട് കുറച്ച് പഞ്ചസാര. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല നേരത്തെ ചേർത്ത് കൊടുത്തതാണ്, എന്നാലും കുറച്ചും കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട, പുഴുങ്ങിയെടുത്ത 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയൊക്കെ ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലായിട്ടൊന്ന് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്.
വരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യം ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വീണ്ടും അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറുകിയിട്ടാണ് വേണ്ടുന്നതെങ്കിൽ കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ മറ്റുള്ള എഗ് റെസിപ്പീസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്